ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുകയാണ്. 4 വിമാനങ്ങൾ കൂടി റദ്ദാക്കി. മുംബൈ തിരുവനന്തപുരം, ചെന്നൈ തിരുവനന്തപുരം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള 2 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മീര മനോഹരനാണ് ചേരുന്നത്. മീര, മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഏതൊക്കെയാണ് ഇപ്പോൾ റദ്ദാക്കിയ വിമാനങ്ങൾ പുതുതായി? തീർച്ചയായും 2 ദിവസമായി തുടരുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ യാത്രക്കാരൊക്കെയും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരേണ്ടിയിരുന്ന 2 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ 4 ഫ്ലൈറ്റുകൾ കൂടി റദ്ദാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി 5:20 പുറപ്പെടേണ്ടിയിരുന്ന മുംബൈ തിരുവനന്തപുരം വിമാനം, അതോടൊപ്പം തന്നെ ചെന്നൈ തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട മറ്റു 2 വിമാനങ്ങൾ, അങ്ങനെ മൊത്തം 4 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 2 ഫ്ലൈറ്റുകൾ വൈകുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും 2 ദിവസമായി തുടരുന്ന ഇൻഡിഗോയുടെ ഈ വിഷയത്തിൽ തുടർന്നൊരു പ്രതിസന്ധി യാത്രക്കാരെ ആകെ വലച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതറിയാതെ എയർപോർട്ടിൽ എത്തുന്ന ആൾക്കാരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ 2 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 4 ഫ്ലൈറ്റുകൾ കൂടി, ഇൻഡിഗോയുടെ 4 ഫ്ലൈറ്റുകൾ കൂടി ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ 2 കണക്കുകൾ കൂടി നോക്കുമ്പോൾ ഇന്ന് മൊത്തം 6 വിമാനങ്ങളാണ് തിരുവനന്തപുരത്തേക്ക്. ശരി മീര, ഏതായാലും ഇൻഡിഗോ പ്രതിസന്ധി രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.